പൂക്കൾ തീർക്കുന്ന മായാജാലം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വായോ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ പൂക്കൾക്ക് പിന്നിൽ ഒരു രഹസ്യമുണ്ട് കേട്ടോ. ശരിക്കും ഇവർ പൂ തന്നെയാണോ? കടലാസ് പോലെ നിറങ്ങൾ കൊണ്ട് വർണ്ണം വാരി വിതറുന്ന ഇവരെ നമുക്ക് കടലാസ് പൂക്കൾ എന്ന് തന്നെ വിളിക്കാം. കടലാസ് പെണ്ണിന് ഇത്രയധികം നിറങ്ങളോ? ഇനി എല്ലാ നിറങ്ങളും ഒരൊറ്റ ചെടിയിൽ മുറ്റത്ത് വേണമെങ്കിൽ അതും സാധ്യമാണ് കേട്ടോ. പല നിറങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. വേനൽ കടുക്കുമ്പോൾ സൂര്യനെ ആവോളം ആവാഹിച്ച് കടലാസ് പൂക്കൾ വസന്തമായി മാറും. ഏറ്റവും ക്യൂട്ടായ കാര്യം എന്താണെന്നറിയോ? ഇവയ്ക്ക് അധികം കെയർ ഒന്നും വേണ്ട. ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി. കിട്ടുന്ന ബ്യൂട്ടി, ഫുൾ ലക്ഷറി ഫീൽ. ചില ആളുകളെപ്പോലെ തന്നെയാണ് ഈ പൂക്കളും. സൈലൻ്റായി നിൽക്കും, പക്ഷേ ചുറ്റുമുള്ള ലോകം മുഴുവൻ മനോഹരമാക്കി തീർക്കും. ചുവപ്പും പിങ്കും വെള്ളയും ഓറഞ്ചും പീച്ചും അങ്ങനെ ഒരു ചെടി തന്നെ നിറങ്ങളുടെ പ്രണയലേഖനം പോലെ പടർന്ന് പന്തലിച്ച് പൂവിട്ട് കിടക്കുന്ന കടലാസ് മരച്ചോട്ടിൽ വെറുതെ എങ്കിലും ഇരുന്നിട്ടുണ്ടോ? എന്തൊരു ഫീലാണല്ലേ! പ്രണയവും കഥയും കാവ്യങ്ങളും രചിക്കാൻ ഇതിലും മനോഹരമായ ഒരിടം ഈ ഭൂമിയിൽ തന്നെ ഇല്ലെന്ന് തോന്നുന്നു. പൂക്കൾ പോലുമല്ല, വെറും ഇലകളാണ്. എന്നിട്ടും ഇത്രയധികം വൈവിധ്യവും ഇത്രയധികം മനോഹാരിതയും കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കുമെങ്കിൽ ഇവളാള് മിടുക്കിയാണ് അല്ലേ? അപ്പോൾ ഈ കടലാസ് പൂക്കൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ചെടിയിൽ ഒരുപാട് നിറങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഈ ചെടികളെല്ലാം ഉള്ള ലൊക്കേഷൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് അവിടെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മണ്ണും മലയാളവും ചേർന്ന വീഡിയോകൾ കാണാൻ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. നന്ദി, സ്നേഹം. മണ്ണിൻ്റെ പെണ്ണ് ആൻസി എബി. താങ്ക്